പാതിവില തട്ടിപ്പ് കേസിൽ എൻ രാധാകൃഷ്ണനെ വീണ്ടും നോട്ടീസ് നൽകി വിളിപ്പിക്കും. ഇന്നലെ ഹാജരാകാത്ത സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകുന്നത്. തിയോഫിൻ ഈ വാർത്തയിൽ വിവരങ്ങൾ നൽകാനുണ്ട് കൊച്ചിയിൽ നിന്ന്. തിയോഫിൻ, ഇന്നലെ ഹാജരാകണമെന്ന ക്രൈംബ്രാഞ്ച് നോട്ടീസ് കൊടുത്തിരുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിന്റെ ഗേറ്റിന് മുമ്പ് വരെ എൻ രാധാകൃഷ്ണൻ വരികയും ചെയ്തു. പക്ഷേ മാധ്യമങ്ങളെ കണ്ടതോടുകൂടി പിന്തിരിഞ്ഞ് വന്ന പടി കാറിൽ തിരിച്ചു പോവുകയാണ് എൻ രാധാകൃഷ്ണൻ ചെയ്തത്. അപ്പോൾ വീണ്ടും ഹാജരാകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് നൽകണമെന്നത്, ഡേറ്റ് നീട്ടി നൽകണമെന്നുള്ള ആവശ്യം എൻ രാധാകൃഷ്ണൻ ഉന്നയിച്ചിട്ടുണ്ടാകുമോ? പ്രത്യേകിച്ചും സൈൻ എന്ന സംഘടന വഴി 42 കോടി രൂപ അനന്തുവിന് കൈമാറ്റം ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് വഴി എന്നുള്ളതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുള്ളതാണ്. എൻ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുക വഴി മാത്രമേ മുന്നോട്ട് കേസ് പോവുകയുള്ളൂ എന്ന ഘട്ടം കൂടിയുണ്ട്. എന്താണ് ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം? അന്ന, ഈ പാതിവില തട്ടിപ്പിൽ എൻ രാധാകൃഷ്ണന് വ്യക്തമായ പങ്കുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ചോദ്യം ചെയ്യൽ. കാരണം നിലവിൽ എൻ രാധാകൃഷ്ണനെ പ്രതിയാക്കിയിട്ടില്ല. പക്ഷേ എൻ രാധാകൃഷ്ണനെതിരെ നിരവധി പരാതികൾ നിലവിലുണ്ട്. പലപ്പോഴും ഈ സയൻസ് സൊസൈറ്റിയിൽ മാത്രമല്ല, മറ്റ് പല NGO-കൾ അവർ അതായത് സീഡ് സൊസൈറ്റികളിലും ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാഹനങ്ങളുടെ വിതരണ പരിപാടികളിൽ, അത്തരത്തിലുള്ള പരിപാടികളിലെല്ലാം ഒരു പ്രധാന മുഖ്യാതിഥിയായി തന്നെ പങ്കെടുത്തത് എൻ രാധാകൃഷ്ണനായിരുന്നു. പലപ്പോഴും ഇതിൻ്റെ പ്രചരണത്തിന് എൻ രാധാകൃഷ്ണൻ്റെ ചിത്രം വെച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ രാധാകൃഷ്ണനെതിരെ പരാതി നൽകിയിട്ടുള്ള നിരവധി പേർ അനന്തകൃഷ്ണനൊപ്പം എൻ രാധാകൃഷ്ണൻ്റെ പേര് കൂടി പരാതിയിൽ പരാമർശിച്ചിട്ടുള്ളത്. വലിയ പ്രതിഷേധവും പരാതിയും എൻ രാധാകൃഷ്ണനെതിരെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെ അനന്തവുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളെ കണ്ട എൻ രാധാകൃഷ്ണൻ പറഞ്ഞത് തനിക്കൊരു മറ്റ് പല സീഡ് സൊസൈറ്റികളും പോലെ തൻ്റെ ഒരു സൈൻ എന്ന സൊസൈറ്റി, ആ സൊസൈറ്റി അനന്തകൃഷ്ണൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ നൽകാനുള്ള ഒരു നടപടി സ്വീകരിച്ചിരുന്നു, നിക്ഷേപങ്ങൾ സ്വീകരിച്ചു. അത് പകുതി വില ആദ്യം വാങ്ങി പലർക്കും വാഹനം നൽകാൻ കഴിഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ അനന്തുവിനോട് ചോദിച്ചിരുന്നു. അത്തരത്തിലൊരു ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ രാധാകൃഷ്ണൻ അവകാശപ്പെട്ടത്. പക്ഷേ അപ്പോഴും ഈ സംഭവത്തിൻ്റെ തട്ടിപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ എൻ രാധാകൃഷ്ണനും അനന്തവും ഒരുമിച്ചുള്ള നിരവധി പോസ്റ്ററുകൾ പ്രചരിച്ചു. ഇതിൻ്റെ പ്രചാരണത്തിന് അനന്തു ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട ആൾ, പ്രത്യേകിച്ച് എറണാകുളത്ത് ഉൾപ്പെടെ ഉപയോഗിച്ച ഒരാൾ എൻ രാധാകൃഷ്ണനായിരുന്നു. അതുകൊണ്ടാണ് എൻ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ഇന്നലെ എത്താനായി നോട്ടീസ് നൽകിയിരുന്നത്. ആദ്യമേ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എൻ രാധാകൃഷ്ണന് എന്ത് ബന്ധമുണ്ട് എന്ന രീതിയിൽ, ഏതെല്ലാം രീതിയിലാണ് കണക്ഷൻ എന്ന കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചിരുന്നു. അതിന് പിന്നാലെ ക്രൈംബ്രാഞ്ചും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നത്. ഇന്നലെ എൻ രാധാകൃഷ്ണൻ ഓഫീസിലേക്ക് വരികയും ചെയ്തു. പക്ഷേ ഓഫീസിനുള്ളിലേക്ക് കടന്നില്ല. ഗേറ്റിലെത്തിയപ്പോഴേക്കും എൻ രാധാകൃഷ്ണൻ ഹാജരാകുന്നു എന്ന് അറിഞ്ഞ, അതായത് എൻ രാധാകൃഷ്ണനെ വിളിച്ചു വരുന്നു എന്നറിഞ്ഞ് മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവിടെ ഈ മാധ്യമങ്ങളുടെ ക്യാമറ കണ്ടപ്പോഴേക്കും അകത്ത് കയറാതെ പുറത്ത് തിരിച്ചോടിപ്പോവുകയായിരുന്നു എൻ രാധാകൃഷ്ണൻ. അവിടെ നിന്ന് പോയ രാധാകൃഷ്ണൻ പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിച്ചത് തനിക്ക് കേന്ദ്രമന്ത്രിയുടെ കാരണം ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൊച്ചിയിലുണ്ടായിരുന്നു. അത് കേന്ദ്രമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് തനിക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് കാണിച്ച് ഇന്നലെ ഒഴിവാവുകയായിരുന്നു. പക്ഷേ ഇന്നലെ ഹാജരാകാത്ത സാഹചര്യത്തിൽ എൻ രാധാകൃഷ്ണനെ ഒരിക്കൽ കൂടി നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനുള്ളൊരു തീരുമാനത്തിലാണ് ക്രൈംബ്രാഞ്ച്. കാരണം എന്തായാലും എൻ രാധാകൃഷ്ണനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത രാധാകൃഷ്ണൻ്റെ പങ്ക് എന്താണ് എന്ന് വ്യക്തമായി തന്നെ അറിയുക, കയ്യിൽ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുള്ള സൂചനകളുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതുകൂടി കാണിച്ച് ചോദ്യം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. എന്തായാലും വൈകാതെ തന്നെ എൻ രാധാകൃഷ്ണനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനുള്ളൊരു നീക്കത്തിലാണ്. പക്ഷേ ഇന്നലെ ഹാജരാകാത്ത സാഹചര്യത്തിൽ വേണമെങ്കിൽ നോട്ടീസ് കൈപ്പറ്റുന്നതിന് മുൻപ് തന്നെ വേണമെങ്കിൽ രാധാകൃഷ്ണന് ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ളൊരു സാധ്യതയും അവിടെ തുറന്നു കിടപ്പുണ്ട്. എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനിടയിൽ പ്രധാന പ്രതി, അതായത് അനന്തകൃഷ്ണനെ ഇതിന് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ട, ഈ തട്ടിപ്പിന് വേണ്ട കളമൊരുക്കി കൊടുത്ത ആളാണ്. അതായത് പ്രധാനമായും ഈ പാതിവില തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ ആനന്ദകുമാർ, ആനന്ദകുമാർ തിരുവനന്തപുരത്ത് ജയിലിലുണ്ട്. ആനന്ദകുമാറിനെ കൊച്ചിയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം തിരുവനന്തപുരത്തെത്തി വൈകാതെ ചോദ്യം ചെയ്യുക. അത് ഇന്ന് തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം. ശരി, തിയോഫിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ഇന്നലെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുമ്പിലെത്തി തിരിച്ചുപോയ എൻ രാധാകൃഷ്ണനെ വീണ്ടും നോട്ടീസ് നൽകി വിളിപ്പിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ച്. പാതിവില തട്ടിപ്പ് കേസിൽ വിളിപ്പിക്കാൻ ഉള്ള സാധ്യത, ഇന്നലെ ഹാജരാകാത്ത സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകുന്നത്. ആനന്ദകുമാറിനെ തിരുവനന്തപുരത്തെ ജയിലിലെത്തി അന്വേഷണ സംഘം കാണും, കൂടുതൽ ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് 42 കോടി രൂപയാണ്
എൻ രാധാകൃഷ്ണന്റെ സൊസൈറ്റി സയൻസ് സൊസൈറ്റി കൈമാറ്റം ചെയ്തിരിക്കുന്നത് എത്രത്തോളം പങ്ക് ഇതിൽ എൻ രാധാകൃഷ്ണൻ അടക്കം ഉണ്ട് എന്നതൊക്കെ ചോദ്യം ചെയ്യലിലൂടെ മാത്രമാണ് വ്യക്തമാകുന്നത്. എന്താണ് അനന്തകൃഷ്ണനുമായുള്ള ബന്ധം എന്നതുകൂടി വ്യക്തമാകേണ്ടിയിരിക്കുന്നു. തിയോഫിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.